ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഗും ഗുരുഭ്യോ നമ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരുവിന് വന്ദനം. എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. ഇന്ന് നമ്മൾ പ്രശ്നമാർഗത്തിലെ 20-ാം അധ്യായത്തിലെ ശ്ലോകങ്ങൾ ഭാര്യാചിന്ത, പുരുഷജാതകം കൊണ്ട് ഭാര്യയെ ചിന്തിക്കുന്നത് എങ്ങനെയുള്ളതാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അതിൽ നമ്മൾ 64 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി 65-ാമത്തെ ശ്ലോകമാണ് മുതലാണ് വ്യാഖ്യാനിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ 65-ാമത്തെ ശ്ലോകം ഇതാണ്. യോ അസ്തേ തിഷ്ഠതി യശ്ച പശ്യതി തയോരസ്തേ ശിദുർവാധതേനാരൂഢാം ശവ നാഥയോരുശനസസ്താരാധി നാദസ്യ വാ യദ്വാലക്നവ സംശ്രിതാം ശകപദേര്യസ്മിൻ ദശാവാപഹായുരോസ്മിൻ സ്യാത് തസ്മയേ വിവാഹഘടനാ രാഹോശ്ച കേചിജ്ജുഗു. യ അസ്തേ തിഷ്ഠതി, യാവനൊരുത്തൻ ഏഴിൽ നിൽക്കുന്നുവോ. യ അസ്തേ പശ്യതീജ, യാവനൊരുത്തൻ ഏഴിൽ നോക്കുകയും ചെയ്യുന്നു. തയോ വാ അസ്തേ ശിതു, അവരുടെയും ഏഴാം ഭാവാധിപൻ്റെയും അതതേന ആരൂഢാംശ, ഏഴാം ഭാവാധിപൻ അംശികിച്ച രാശ്യാധിപൻ്റെയും അതിൻ്റെ ഭാവനാഥൻ്റെയും അവൻ നിൽക്കുന്ന രാശാധിപൻ്റെയും ഉശനസം ശുക്രൻ്റെയും താരാധിനാഥസ്യവ ചന്ദ്രൻ്റെയും യദ്വാ ലഗ്നവ സാംശ്രിതം അഥവാ ലഗ്നാധിപൻ നിൽക്കുന്ന ശകപാതെ നവാംശകത്തിൻ്റെ അധിപൻ്റെയും ദശാവ അപഹാരം, ദശയോ അപഹാരമോ യസ്മിൻ സമയേ സ്യാൽ, യാതൊരു സമയത്ത് സംഭവിക്കുന്നുവോ. തസ്മിൻ വിവാഹഘടന, ആ സമയത്ത് വിവാഹബന്ധം ഉണ്ടാകും. രാഹോജ, രാഹുവിൻ്റെ ദശാകാലത്തും വിവാഹം കേച്ചിൽ ജഗു, വിവാഹമുണ്ടാകുമെന്ന് ചിലർ പറഞ്ഞു. അപ്പോൾ വിവാഹകാലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏഴിൽ നിൽക്കുക, ഏഴിൽ നോക്കുക. ഏഴാം ഭാവാധിപൻ അംശിച്ച രാശ്യാധിപൻ്റെയും അവൻ നിൽക്കുന്ന രാശ്യാധിപൻ്റെയും, അതായത് ഏഴിൽ ഏത് ഗ്രഹം നിൽക്കുന്നുവോ, ഏഴിൽ ഏത് ഗ്രഹം നോക്കുന്നുവോ അവരുടെ കൂടെ നിൽക്കുന്ന ആരൊക്കെയാണോ, ഏഴാം ഭാവാധിപൻ്റെ കൂടെ നിൽക്കുന്നത് ആരൊക്കെയാണോ, ഏഴാം ഭാവാധിപൻ അംശിച്ച രാശിയുടെ അധിപൻ ആരാണോ, അതേപോലെ തന്നെ അവൻ നിൽക്കുന്ന രാശ്യാധിപൻ്റെയും ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും അഥവാ ലഗ്നാധിപൻ നിൽക്കുന്ന രാശി അധിപൻ നവാംശകാധിപൻ ഇവരുടെ ദശയോ അപഹാരകാലത്തോ നടക്കുന്ന സമയത്ത് വിവാഹം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. രാഹുവിൻ്റെ കാലത്തും വിവാഹം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകവും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാഹു വിവാഹം നടത്തി കൊടുക്കും എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏഴാം ഭാവ സംബന്ധമായിട്ട് ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ, ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ഏഴാം ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങൾ, ഏഴാം ഭാവാധിപനോടുകൂടി യോഗം ചെയ്ത ഗ്രഹങ്ങൾ, ഏഴാം ഭാവാധിപൻ അംശിച്ച രാശിയുടെ അധിപൻ ശുക്രൻ ചന്ദ്രൻ, ലഗ്നാധിപൻ നിൽക്കുന്ന നവാംശകത്തിൻ്റെ അധിപൻ, ലഗ്നാധിപൻ്റെ നവാംശകാധിപൻ്റെ അധിപൻ, ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ ദശയോ അപഹാരകാലമോ നടക്കുന്ന കാലത്ത് വിവാഹസമയം വിവാഹകാലമാണ്. കൂടാതെ രാഹുവിൻ്റെ കാലത്തും വിവാഹം നടത്തിത്തരും എന്നുള്ളതാണ് 65-ാമത്തെ ശ്ലോകം കൊണ്ട് പറയുന്നത്. അപ്പോൾ വിവാഹകാലം എപ്പോഴാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ഏഴിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങൾ, ഏഴാം ഭാവാധിപൻ്റെയും ഏഴാം ഭാവാധിപൻ അംശിച്ച രാശാധിപൻ്റെയും അവരോട് കൂടി നിൽക്കുന്ന ഗ്രഹങ്ങളും അതേപോലെ നോക്കുന്ന ഗ്രഹങ്ങളും, ഏഴാം ഭാവാധിപൻ അംശിച്ച രാശ്യാധിപൻ. അതായത് ഇപ്പോൾ കന്നി ലഗ്നമാണ്, കന്നി ലഗ്നത്തിൻ്റെ ഏഴാം ഭാവാധിപൻ മീനരാശിയുടെ അധിപൻ ഗുരുവാണ്. ഗുരു നമ്മൾ ചിങ്ങത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അംശകം വന്നിട്ട് കർക്കിടകത്തിലെ അംശകം, ഗുരുവിൻ്റെ അംശകം കർക്കിടകത്തിലാണ് നിൽക്കും. അപ്പോൾ ഏഴാം ഭാവാധിപൻ അംശിച്ച രാശിയുടെ അധിപൻ ചന്ദ്രനാണ്. ഏഴാം ഭാവാധിപൻ വ്യാഴം അംശിച്ച രാശി കർക്കിടകമാണ്, അതിൻ്റെ അധിപൻ ചന്ദ്രൻ.
പിന്നെ ഏഴിൽ നിൽക്കുന്നുവോ ഏഴിൽ നോക്കുന്നതോ ആയിട്ടുള്ള ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ മീനരാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, മീനരാശിയിൽ നോക്കുന്ന ഗ്രഹങ്ങൾ, അതേപോലെ ഏഴാം ഭാവത്തിന് വ്യാഴത്തിനെ നോക്കുകയും നിൽക്കുകയും നിൽക്കുകയും ചെയ്യുന്ന ഗ്രഹങ്ങൾ, ഏഴാം ഭാവത്തിന് അംശിച്ചിട്ടുള്ള കർക്കിടകത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ചന്ദ്രൻ, പിന്നെ ശുക്രൻ, അതേപോലെ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ അംശിച്ചിട്ടുള്ള രാശി ഏതാണോ? ഇപ്പോൾ ബുധൻ മീനത്തിലാണ് നിൽക്കുന്നത്, അതിൻ്റെ അംശകം തുലാത്തിലാണെന്നുണ്ടെങ്കിൽ തുലാരാശിയുടെ അധിപനായിട്ടുള്ള ശുക്രൻ. ഇങ്ങനെ ഏഴാം ഭാവതി നവാംശകാധിപൻ ഇങ്ങനെ നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ ദശയോ അപഹാരകാലമോ നടക്കുകയാണെന്ന് നോക്കുക. അതിൽ ഏറ്റവും ശുഭത്വമുള്ള ആരാണ് അവരാണ് വിവാഹം ഉണ്ടാക്കി കൊടുക്കുക. 65ാമത്തെ ശ്ലോകം ഇതാണ്. വിവാഹം എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇനി 66ാമത്തെ ശ്ലോകം. ജാമിത്രേ തദീശ്വരാംശ ഗ്രഹയോര്യദ്വാനയോ സപ്തമേ ധർമ്മേ വാദസുതേ ചരന്തി ഭൃഗുബുല്ലഗ്നാസ്തജന്മേശ്വര കാലേ യത്ര ചരേദ്യദാ ച ദിഷണോ ദൂനേശഭാംശർഷയോ യദ്വാദത്സുത ധർമ്മയോത്സമയ പ്രോദ്വാഹദായി നൃണാമിതി. ജാമിത്രേ തദീശ്വരാം ഏഴാം ഭാവത്തിലും ഏഴാം ഭാവാധിപൻ അംശിച്ച രാശിയിലും ശഗൃഹയെ നിൽക്കുന്ന രാശിയിലും ഏഴാം ഭാവത്തിലും ഏഴാം ഭാവാധിപൻ അംശിച്ച രാശിയിൽ നിൽക്കുന്ന രാശിയിലും യദ്വാ അനയോ സപ്തമി അഥവാ ഈ രാശികളുടെ ഏഴിലും അധധർമ്മേ വാസുദേ അനന്തരം 9ലും 5ലും ഭൃഗുഭു ലഗ്നസ്ഥ ശുക്രൻ ലഗ്നാധിപൻ ഏഴാം ഭാവാധിപൻ ജന്മേശ്വര ചന്ദ്രലഗ്നാധിപൻ എന്നിവർ എത്ര കാലേ ചരന്തി ഏതു കാലത്ത് സഞ്ചരിക്കുന്നുവോ ആ കാലത്തും ദിഷണാ യഥാ ദ്യൂനേശ വ്യാഴം യാതൊരു കാലത്ത് ഏഴാം ഭാവാധിപൻ ഭാംഷയോജ നിൽക്കുന്ന രാശിയിലും അംശിച്ച രാശിയിലും യദ്വാ തൽസുത ധർമ്മയോ അഥവാ ഈ രാശികളുടെ 5ലും 9ലും ചരതീസ സഞ്ചരിക്കുന്നുവോ ആ സമയത്തും നൃണാം പ്രോദഹ ദായി നരന്മാർക്ക് വിവാഹം നടക്കുന്ന കാലമാണ്. അപ്പം ഇത് ഗോചരഫലം ഗോചരത്തെ കൊണ്ട് ചാരവശാൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലത്തെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. അത് ഗോചരകാലത്തെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 65ാമത്തെ ശ്ലോകം കൊണ്ട് നമ്മൾ കണ്ടു ഏതൊക്കെ ഗ്രഹങ്ങളാണ് വിവാഹം ഉണ്ടാക്കി തരിക. അങ്ങനെയുള്ള ദശ അപഹാരകാലങ്ങളാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഗോചരമാണ് ചിന്തിക്കേണ്ടത്. ഗോചരം ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവത്തിലും ഈ ഏഴാം ഭാവാധിപനും അംശിച്ച രാശി നിൽക്കുന്ന രാശിയിലും 7, 5, 9 ഇങ്ങനെ 7, 5, 9 ഭാവങ്ങളിൽ ശുക്രൻ ലഗ്നാധിപൻ ഏഴാം ഭാവാധിപൻ ചന്ദ്രലഗ്നാധിപൻ ഇവർ സഞ്ചരിക്കുന്ന കാലത്ത് അത് വിവാഹത്തിൻ്റെ സമയമാണ്. വിവാഹകാലം വിവാഹം നടക്കുമെന്ന് പറയാം. അതേപോലെ തന്നെ വ്യാഴം യാതൊരു കാലത്ത് ഏഴാം ഭാവം നിൽക്കുന്ന രാശിയിലും അംശിച്ച രാശിയിലും അഥവാ ഈ രാശികളുടെ 5ലും 9ലും സഞ്ചരിക്കുന്നുവോ ആ സമയത്തും നരന്മാർക്ക് വിവാഹം നടക്കുന്നതാണ്. അപ്പോൾ വ്യാഴം ഏഴാം ഭാവം നിൽക്കുന്ന രാശിയിലോ അല്ലെങ്കിൽ അംശിച്ച രാശിയിലോ അങ്ങനെ 2 രാശികളുടെ 1, 5, 9 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലങ്ങളിലും വിവാഹം നടക്കുന്നതാണ് വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുമ്പോൾ. ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാശി അപ്പോൾ നമ്മൾ നേരത്തെ ഉദാഹരണമായിട്ട് കണ്ടു കന്നി ലഗ്നത്തിൻ്റെ ഏഴാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം ചിങ്ങത്തിലാണ് നിൽക്കുന്നതെന്ന്, അംശകം കർക്കിടകത്തിലും. അപ്പോൾ ഇവിടെ എങ്ങനെ പറയണം? വ്യാഴത്തെ കൊണ്ട് വ്യാഴം ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശി എന്ന് വെച്ചാൽ ചിങ്ങം, ഏഴാം അംശിച്ച രാശി എന്ന് വെച്ചാൽ കർക്കിടകം. അതിൻ്റെ 1, 5, 9 എന്ന് വെച്ചാൽ മേട ചിങ്ങം തന്നു കർക്കി വൃശ്ചിക മീനം ഇവിടങ്ങളിലാണ് വ്യാഴം ഗോചരാൽ സഞ്ചരിക്കുന്നതുണ്ടെങ്കിൽ വിവാഹകാലമാണ്. അതേപോലെ തന്നെ മേൽപ്പറഞ്ഞത് ഏഴാം ഭാവത്തിലും ഏഴാം ഭാവാധിപൻ അംശയിച്ച രാശിയിലും. അപ്പോൾ മീനത്തിലും അംശയിച്ച രാശി എന്ന് വെച്ചാൽ കർക്കിടകം, വ്യാഴം മീനരാശി, കന്നി ലഗ്നത്തിൻ്റെ ഏഴാം ഭാവം മീനരാശി, ഏഴാം ഭാവത്തിന് അംശയിച്ച രാശി കർക്കിടരാശി, നിൽക്കുന്ന രാശി എന്ന് വെച്ചാൽ ചിങ്ങം. ഈ രാശികളുടെ ഏഴിലും എന്ന് വെച്ചാൽ കന്നി, മീനത്തിന് ഏഴാം ഭാവം കന്നിയാണല്ലോ, ആ കന്നിയിൽ അല്ലെങ്കിൽ കുംഭത്തിൽ അല്ലെങ്കിൽ മകരത്തിൽ ഇവിടെ സഞ്ചരിക്കുന്ന കാലത്തും അതിൻ്റെ 1, 5, 9 ഭാവങ്ങളിലും ആയിട്ട് ശുക്രനും ലഗ്നാധിപനും ഏഴാം ഭാവാധിപനും ചന്ദ്രലഗ്നാധിപനും സഞ്ചരിക്കുന്ന കാലത്ത് വിവാഹം ഉണ്ടാകും എന്നുള്ളതാണ്
ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ ദശ അപഹാരകാലം ചിന്തിക്കണം. അതിനുശേഷം നമുക്ക് ഏറ്റവും അനുകൂലമായിട്ട് വിവാഹത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ഗോചരം കൂടി ചിന്തിച്ചിട്ട് അതിൽ 7ാം ഭാവ സംബന്ധമായിട്ടും ലഗ്നാധിപ സംബന്ധമായിട്ടും ശുക്രനും ചന്ദ്രനും ചന്ദ്രലഗ്നാധിപനും 7ാം ഭാവാധിപനും ഒക്കെ ത്രികോണങ്ങളിൽ സഞ്ചരിക്കുന്ന കാലത്ത് വിവാഹം നടക്കും, ഗോചരാൽ വിവാഹം നടക്കുമെന്ന് പറയാം. എല്ലാവർക്കും ഇന്ന് ഇവിടുത്തെ ശ്ലോക വ്യാഖ്യാനം അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.